നമസ്കാരം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പുതുക്കാത്തവർക്ക് ഇപ്പോൾ പുതുക്കാനുള്ള സ്പെഷ്യൽ റിന്യൂവൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വിവരങ്ങൾ അറിയാത്തവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. 1/1/2000 മുതൽ 31/10/2023 വരെ എംപ്ലോയ്മെന്റ് കാർഡ് പുതുക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ഈ സ്പെഷ്യൽ റിന്യൂവൽ ഉപയോഗിക്കാം. 2024 ജനുവരി 31 വരെ ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുണ്ട്. മുടങ്ങിപ്പോയവർ പരമാവധി ഇപ്പോൾ തന്നെ ഇത് പുതുക്കാൻ ശ്രമിക്കുക. അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കേണ്ട. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം, 31/10/2023 ശേഷം പുതുക്കാൻ വിട്ടുപോയവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അവർക്കും പുതുക്കാൻ പറ്റും. സ്പെഷ്യൽ റിന്യൂവൽ വേണ്ട, അവർക്ക് സാധാ റിന്യൂവൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും അവരവരുടെ കാർഡുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡേറ്റ് തെറ്റിപ്പോയവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കാർഡുകൾ പുതുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കാർഡുകളൊന്ന് എടുത്തു വെക്കുക. ഇനി നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും. ഇതിൽ 3 E ആണുള്ളത് കേട്ടോ. കുറേ ആപ്പുകൾ വരും, അതിൽ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, അത് എഗ്രി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ നിലവിൽ കയ്യിലുള്ള നമ്പർ കൊടുത്താൽ മതി. അതിനുശേഷം രജിസ്റ്റർ നമ്പർ എന്നിടത്ത് ഒരു നമ്പർ കിടക്കുന്നുണ്ടോ, അത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നമ്പറാണ്. അതവിടെ കിടക്കട്ടെ, അതിലൊന്നും ചെയ്യേണ്ട. അതിൽ ഹൈഫൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ കൊടുക്കുക. അതിൽ വർഷത്തിൻ്റെ അവസാന 2 അക്കവും / നിങ്ങളുടെ നമ്പറും കൊടുക്കുക. ചിലർക്ക് W എന്നൊക്കെ ഉണ്ടാകും. 2017 16 മുമ്പുള്ളവർക്ക് W എന്നൊരു അക്ഷരം കൂടെ നമ്പറിനോട് കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ 2003 03/W എന്ന് കൊടുത്തിട്ട് നമ്പർ കൊടുക്കുക. സ്പേസ് ഒന്നും വേണ്ട കേട്ടോ. W ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് OTP എന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുക. അല്ലെങ്കിൽ നോ ഡേറ്റ ഫൗണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നേരിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോകാവുന്നതാണ്. അതിനു മുമ്പ് ഇത് ആപ്പല്ലേ, ഓൺലൈൻ സൈറ്റിലും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം നേരിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയാൽ മതി. അല്ലാത്തവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതായത് ഫോണിലേക്ക് ഒരു OTP വരും, അത് കൊടുത്തിട്ട് ഗോ എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. റിന്യൂ രജിസ്ട്രേഷൻ, സ്പെഷ്യൽ റിന്യൂവൽ എന്നൊക്കെ കാണാം. അതിൽ സ്പെഷ്യൽ റിന്യൂവൽ കൊടുക്കുക. എൻ്റെത് കൊടുക്കുമ്പോൾ ആക്സസ് ഡിനൈഡ് എന്നാണ് കാണിക്കുന്നത്. കാരണം എൻ്റെത് കട്ടായി പോയിട്ടില്ല. അത് കൃത്യമായ ഡേറ്റുകളിൽ പുതുക്കുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റില്ല. അല്ലാത്തവർക്ക് ഇവിടെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇനി റിന്യൂ ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണ്ടേ, അതിന് താഴെ പ്രൊഫൈലിൻ്റെ സിമ്പൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജ് വരും, അത് ഓക്കെ കൊടുക്കുക. എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നത് കാണും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മുകളിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ, അടുത്ത റിന്യൂവൽ ഡേറ്റ് എന്നാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ മുടങ്ങിയ എല്ലാവരും റിന്യൂ ചെയ്യണേ. 2000 ജനുവരി 1 മുതൽ മുടങ്ങിയവർക്ക് ഇപ്പോൾ പുതുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ 23 വർഷത്തെ സീനിയോറിറ്റി അടക്കം കിട്ടും. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. 2024 ജനുവരി 31 വരെയാണ് ഇപ്പോൾ സമയം തന്നിരിക്കുന്നത്. അത് നീട്ടുമോ ഇല്ലയോ എന്ന് ഒന്നും അറിയില്ല. ദയവായി ഇപ്പോൾ തന്നെ ചെയ്തു കൊള്ളുക. ഞാൻ ഇത്രയും ടൈം എടുത്ത് പറഞ്ഞെങ്കിൽ ഇത് ചെയ്യാൻ 5 മിനിറ്റ് പോലും വേണ്ട. ഇപ്പോൾ തന്നെ അത് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.